ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോകളുടെ താഴെ മിക്കവാറും കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ റബ്സ് സെറ്റ് എന്നൊക്കെ നിരന്തരമായിട്ട് ഈ വർക്കൗട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഞാനെന്നല്ല, എല്ലാ ഫിറ്റ്നസ് വീഡിയോസും ചെയ്യുന്ന ആൾക്കാരും പൊതുവേ പറയാറുള്ളതാണ് റബ്സ് സെറ്റ്. നമ്മൾ ജിമ്മിൽ പോയാലൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു പദമാണ്. ഓക്കെ, അപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്, എന്താണ് ഈ സെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് റബ്സ് എന്നത്. മിക്കവാറും ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ കമൻറ്റിൽ ഒരുപാട് വരുമെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, എന്താണ് ഈ റബ്സ്, എന്താണ് സെറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും എന്താണ് നമ്മൾ ഈ റബ്സ് കൊണ്ടും സെറ്റ് കൊണ്ടും ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, റബ്സിലോട്ട് തന്നെ നമുക്ക് ആദ്യം പോകാം. റബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കൗണ്ടാണ് നമ്മൾ റബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം ഉദാഹരണമായിട്ട് നിങ്ങൾ പുഷപ്സ് ചെയ്യുന്നു. അപ്പോൾ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം നിങ്ങൾ ഒരു 10 റബ്സ് ചെയ്യാൻ പറയില്ലേ. അപ്പം നമ്മുടെ കൗണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 10 പ്രാവശ്യം, 10 എണ്ണം. ഓക്കെ, 10 പ്രാവശ്യം 10 എണ്ണം, അതാണ് റബ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതാണ് റബ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ എണ്ണം 1 2 3. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഉദാഹരണമായിട്ട് പുഷപ്സ് നിങ്ങൾ 1 2 3 4 5 6 എന്നിങ്ങനെ എണ്ണമല്ലോ നമ്മൾ എത്രണ്ണം ചെയ്യുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ റബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടല്ല നോക്കുന്നത്. നിങ്ങൾ 10 റബ്സിൻ്റെ 3 സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 കൗണ്ട് എന്ന് വെച്ചാൽ 10 റബ്സ് വെച്ചിട്ട് എന്ന് വെച്ചാൽ 1 2 3 4 5 എന്ന് 10 എണ്ണം ചെയ്യുന്നത്, അതാണ് റബ്സ്. അതേപോലെ 3 എണ്ണം ചെയ്യുന്നതാണ് 3 സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 എണ്ണത്തിൻ്റെ 3 പ്രാവശ്യം ചെയ്യുന്നതാണ് നമ്മൾ ഒരു സെറ്റ് അല്ലെങ്കിൽ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കൗണ്ട്, എണ്ണം. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര തവണ അത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇപ്പം 3 സെറ്റ് നമ്മൾ ചെയ്യും, 4 സെറ്റ് നമ്മൾ ചെയ്യും. 10 റബ്സിൻ്റെ 4 സെറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, 10 എണ്ണം വെച്ചിട്ട് 4 പ്രാവശ്യം. ഓക്കെ, അതാണ് ഈ റബ്സും സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയാവുന്നൊരു കേസാണ്. പക്ഷേ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചേട്ടാ എന്താണ് ഈ റബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് ഞാനൊരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വർക്കൗട്ട് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പല പല അറിവുകളും നമ്മളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് റബ്സ്, എന്താണ് സെറ്റ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ കമൻറ്റുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഓരോ ആൾക്കാരുടെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ ഒരിക്കലും, നമ്മൾ ഒരു കാര്യം അറിയുന്നത് വളരെ നല്ലതാണ്. അതിന് നമ്മൾ ഒരിക്കലും ഒരു നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു അറിവും ചെറുതല്ല എന്ന് മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ. ഒരറിവും ചെറുതല്ല, എല്ലാ അറിവുകളും വലുത് തന്നെയാണ്. ഓക്കെ, നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാവുന്ന ഒരാളുടെ ചോദിച്ച് മനസ്സിലാക്കുക, അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു റബ്സ് സെറ്റ് എന്താണെന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. റബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കൗണ്ട്, എണ്ണം. ഓക്കെ, 1 2 3 4 അങ്ങനെ പുഷപ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ക്വാട്ട് ചെയ്യുന്നു. 10 എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, 10 സ്ക്വാട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 നമ്പർ നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുക. ഓക്കെ, 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 എത്രയാണ് സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, 3 സെറ്റ് ചെയ്യുക. അങ്ങനെ 10 എണ്ണത്തിൻ്റെ 3 സെറ്റ് 3 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേ കണക്ക് തന്നെ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. ഇതിനൊക്കെയുള്ള അറിവുകൾക്കായിട്ടും ഫിറ്റ്നസ് പരമായിട്ടുള്ള അറിവുകൾക്കായിട്ട് ഇതിനൊക്കെയുള്ള നമ്മുടെ ഒരു ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട്. പതുക്കെ ഒന്ന് ഗ്രോയിലോട്ട് വരുന്ന ഒരു ചാനലാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.